ഹായ്, നമ്മുടെ മനീഷ കൊയ്രാള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേരാണ് ഹൗ ക്യാൻസർ ഗേവ് മീ എ ന്യൂ ലൈഫ്. ഈ പുസ്തകം തരുന്ന ഒരു ഒരു ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി അതിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കുറേയധികം കാര്യങ്ങൾ. 2012 അവർക്ക് ഗർഭാശയ ക്യാൻസർ ഉണ്ടാവുകയും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അതിൽ നിന്ന് സേവ് ആവുകയും ചെയ്തു. ആ ഒരു ജീവിത വഴി, അതാണ് പുള്ളിക്കാരത്തിയുടെ ഇതിവൃത്തം ഈ ഒരു പുസ്തകത്തിൻ്റെ. അതിൽ കൂടെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്നു. എനിക്കറിയില്ല എത്ര പേർക്കത് ഓക്കെ ആകുമെന്നുള്ളത്. ഞാൻ ഒരുപാട് കാര്യം ഇങ്ങനെ ഫേസ് ചെയ്തിരുന്നു. പുള്ളിക്കാരത്തി പറയുന്ന ആ കഥ വഴികളിൽ കൂടെ തന്നെ ഞാൻ പോകുന്നു. നമ്മൾ നല്ല രീതിയിൽ അത്യാവശ്യം ബിസിനസ് കാര്യങ്ങൾ, ഫിനാൻഷ്യലി സൗണ്ട്, ഹെൽത്ത് ഒക്കെ ഉള്ള സമയത്ത് ഇഷ്ടംമാതിരി സുഹൃത്തുക്കളുണ്ടാകും. ചുറ്റും ഒരു ക്രൗഡ് തന്നെ ഉണ്ടാകും. ഭയങ്കര സ്നേഹം. നമ്മളെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഫോൺ മെസ്സേജസ്, കാലത്തേക്ക് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 100 മെസ്സേജ് ഉണ്ടാകും വായിക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ഒരു നിമിഷം കാണാതിരിക്കാൻ പറ്റാത്ത അത്രയും തീവ്രമായ സ്നേഹബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ, അങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങളെ നമ്മൾ എടുത്തു പറയേണ്ടത്. ബന്ധുക്കൾ അതിനേക്കാൾ എന്തൊരു സ്നേഹമാണെന്നറിയാം. ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ, അതായത് ഹെൽത്ത് ഇഷ്യൂ, നമ്മളിതിൽ നിന്ന് റിക്കവർ ആകില്ല, വി ആർ ഗോയിങ് ടു ഡൈ എന്ന ഒരു ടേമും കൂടെ അതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ മരണം. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ, നമുക്ക് ചുറ്റുമുണ്ടായിരുന്നവരൊക്കെ തന്നെ നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു വലിയ ഒരു ഹൃദയഭേദകമായൊരു സിനാരിയോ പിന്നെ അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആവുകയാണ്. ആക്ച്വലി അസുഖത്തിനേക്കാൾ ഭയങ്കര ഭീകരമായിരിക്കും ഈ ഒരു അവസ്ഥ. ഒരുപാട് പേരിങ്ങനെ പാസ് ത്രൂ ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷെ അവർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആയാലോ എന്ന് കരുതി മാത്രം പറയുന്നു. ഞാനും ഇതേപോലൊരു അവസ്ഥയിൽ കൂടെ പോയിരുന്നു. ഒത്തിരി ഫിനാൻഷ്യലി സൗണ്ടും ഒത്തിരി സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരു ക്രൗഡിൻ്റെ കൂടെ അങ്ങനെ ഭയങ്കരമായി ജീവിച്ചു പോകുന്നൊരവസരം ഉണ്ടായിരുന്നു. പലപ്പോഴും ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വിദേശിയായിരുന്നു, അതായത് പ്രവാസിയായിരുന്നു. അവിടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ എല്ലാവരെയും നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നാട്ടിൽ നിന്ന് ആര് വന്നാലും നമ്മൾ അവരെ ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവരിക, അത്യാവശ്യം അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുക, അവരെ കംഫർട്ട് ആക്കുക, ജോലിയിൽ കയറ്റി കൊടുക്കുക, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറങ്ങി ചെയ്യുക എന്നതൊക്കെ എൻ്റെ ഒരു കുൽസിതങ്ങളായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു സ്ട്രോക്ക് വന്നു, ഒരു സൈഡ് പാരലൈസ്, നമ്മളൊന്ന് കിടക്കുന്നൊരവസ്ഥ വരുന്ന സമയത്താണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് കൂടെ നിന്നവരൊക്കെ തന്നെ കാര്യസാധ്യത്തിനുണ്ടായിരുന്നവരാണ്. ബന്ധുക്കൾ പോലും ഇവരാരും തന്നെ നമുക്കൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മളൊരു ബേർഡൻ ആകുമോ എന്ന് ഭയപ്പെട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നൊരു സീനാണ് പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഹൃദയഭേദകമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള ട്രോമയിലേക്ക് നമ്മൾ പോകും. തീർച്ചയായിട്ടും പോകും. അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിനേക്കാൾ ഈ ഒരു അകൽച്ച നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, പോയതൊന്നും തന്നെ നമ്മളുടെ കൂടെയുള്ളവരല്ല, നമ്മളുടെ സ്നേഹിതരോ നമ്മളുടെ ബന്ധുക്കളോ നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്നവരോ അല്ല. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളുടെ വിഷമഘട്ടത്തിൽ നമുക്കൊപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്, യഥാർത്ഥ ബന്ധു, യഥാർത്ഥത്തിലുള്ള രക്തബന്ധം. അതാണ്. മറ്റെല്ലാം നമ്മളെ കുറ്റം പറയാനും, നമ്മളെ ഒറ്റപ്പെടുത്താനും, നമ്മളെ കൂടുതൽ വേദനിപ്പിക്കാനും, അസുഖം കൂടുതൽ മൂർച്ഛിക്കാനും, നമ്മൾ മരണപ്പെട്ടു പോകാനും ആഗ്രഹിക്കുന്നവരായിരുന്നു. അവരുടെയൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിച്ചു എന്നുള്ള തിരിച്ചറിവ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഞാൻ അങ്ങനെയാണ് റിക്കവർ ചെയ്തത്. ഇതൊന്നും എൻ്റെതായിരുന്നില്ല. ഈ നഷ്ടപ്പെട്ടു പോകുന്നതൊന്നും എൻ്റെതായിരുന്നില്ല. ഞാൻ കൊണ്ടുവന്നല്ലോ, ഇതൊന്നും എൻ്റെതായിരുന്നില്ല. അങ്ങനെ ഒരു മൈൻഡൽ സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഭീകരമാണത്, ഈസിയല്ല. കൊയ്രാള തൻ്റെ ബുക്കിൽ കൂടെ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. കൂടെ നിന്നവരൊക്കെ തന്നെ പെട്ടെന്ന് മാറി നിന്നപ്പോൾ പേടിച്ചു പോയിരുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഇത്രയും സൗഹൃദ വലയങ്ങൾ, ഇത്രയും സ്നേഹബന്ധങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, അതിലുണ്ടാകുന്ന ആ ഡിപ്രഷൻ, അത് ഓവർകം ചെയ്യാനായിരുന്നു പാട്. അസുഖത്തിനേക്കാളേറെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നത് മനസ്സിനോടായിരുന്നു. കാരണം ഓവർകം എന്നുള്ളത് ഈ ഒരു ഡിസീസിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഈ സഹോദരങ്ങൾ, ബന്ധുക്കൾ, അല്ലെങ്കിൽ കൂട്ടുകാർ, ഇവരിൽ നിന്ന് ഉള്ള ആ അകൽച്ചയാണ്, ആ ഒറ്റപ്പെടലാണ്. മാക്സിമം നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഓപ്പണായി അവരോട് പറയുക, ഫിനാൻഷ്യലി എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാകത്തില്ല, ബട്ട് മെൻ്റലി ഐ ക്യാൻ സപ്പോർട്ട് യു. ആരും പണം കൊണ്ടൊരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ പോലും ചെയ്യില്ല. കാരണം സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഫിനാൻഷ്യലി ചെയ്യേണ്ടി വന്നാലോ, ആ ഒരു മാറ്റി നിർത്തലുകൾ ഇന്നുകൊണ്ട് ഒരുപാട് കാലങ്ങളായി അനുഭവിച്ചിട്ടുമുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുമുണ്ട്.
പക്ഷെ എനിക്ക് അതിനകത്ത് ലവലേശം വേദനയില്ല. മുൻപുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല. എന്തുകൊണ്ടെന്നാൽ ഇതും കടന്നു പോകും. ഇതേപോലൊരു അവസ്ഥയിലേക്ക് അവരും വരാം. അന്ന് നമ്മൾക്ക് തിരിച്ചു മറുപടി കൊടുക്കാം. എങ്ങനെ? അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ഒറ്റപ്പെടുത്തിയല്ല. അതാണ് പ്രതികാരം. അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുക. ബാക്കിയുള്ളവർ എന്ത് കാണിച്ചാലെന്താ? ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നി. വയ്യായ്മയിൽ വീൽ ചെയറിലേക്ക് വരുന്ന എന്നെ ഇനി പ്രയോജനമൊന്നുമില്ല. മറ്റത് എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ജോലിക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു എൻട്രിക്കോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ അത് പറ്റത്തില്ല. ഒരു മാംസപിണ്ഡം വീൽ ചെയറിലായിപ്പോയി. അങ്ങനെ എന്നെ ഇഗ്നോർ ചെയ്ത ഒരിക്കലും റിക്കവറായി വരില്ല എന്ന് ചിന്തിച്ചവരുടെ മുന്നിലേക്ക് ഞാൻ നടന്നു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്നു. കൂടെ പറയട്ടെ, ചേർത്ത് പിടിച്ച ഒരുപാട് സൗഹൃദങ്ങൾ, ഒപ്പം എൻ്റെ മകൻ, ഒത്തിരി പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരൊക്കെയായിരുന്നു എൻ്റെ യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിനേക്കാൾ ഉപരി വീട്ടിൽ നമ്മളെ സഹായത്തിന് വരുന്ന ചേച്ചിക്കൊക്കെ ഭയങ്കര റോളുണ്ടെന്ന്, നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അവരെ കൊണ്ട് മാറ്റാൻ സാധിക്കുമെന്നും മനസ്സിലാക്കിച്ചു തന്ന ഒരു ടൈം പീരീഡാണ് ഈ അസുഖം. അസുഖം ആർക്കും വരാം, അതൊരു കുറ്റമോ ഇതോ അല്ല. പക്ഷെ അസുഖത്തിനെ ചൊല്ലി പലരും കളിയാക്കുന്നത് കേൾക്കാറുണ്ട്. നിനക്കിങ്ങനെ വന്നത് നീ ചെയ്തതിൻ്റെ ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്കിങ്ങനെ വരേണ്ടിയിരുന്നു, ഇങ്ങനെ കുറേ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ തളർന്നു തോറ്റുപോകുന്നത്. ഇതേ അവസ്ഥ നിങ്ങൾക്കും വരാമല്ലോ, പറയുന്നവർക്ക് വരാമല്ലോ. അങ്ങനെയാണ് സമാധാനിക്കുക. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറയുന്നത് ശത്രുക്കൾക്ക് പോലും എൻ്റെ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ്. കാരണം ഓടി നടന്നു നിന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഇരുന്നു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഉണ്ടാവുകയുമില്ല. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. അതിൽ ഭേദം മരണമാണെന്ന് ചിന്തിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആത്മഹത്യക്കെതിരെ സംസാരിക്കുന്ന ഞാൻ എത്രയോ പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മളോടാണ് പോരടിക്കേണ്ടത്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? എല്ലാവരും തനിച്ചാണ്. നമുക്ക് തോന്നുന്നതാണ് നമുക്ക് ചുറ്റും ആരൊക്കെയുണ്ട്, നമ്മൾ ആരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇവരാണ് നമ്മളുടെ ബാക്ക് ബോൺ. ഒന്നുമല്ല, നമ്മൾ തന്നെയാണ് നമ്മളുടെ ബാക്ക് ബോൺ. നമുക്ക് നമ്മളേ ഉള്ളൂ, അതാണ് സത്യം. ഇപ്പോൾ കുഞ്ഞുങ്ങൾ കൂടെ നിന്നില്ല, അമ്മ കൂടെ നിന്നില്ല, സഹോദരങ്ങൾ കൂടെ നിന്നില്ല, ഒന്നൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കൂ. നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ എന്ന് ആദ്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങളാണ് നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത്. പോയവരൊക്കെ തിരിച്ചു വരും. അപ്പോൾ വേണോ വേണ്ടതെന്ന് ചിന്തിക്കാനും സ്വീകരിക്കാനും ഉള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം പങ്കിച്ചു എന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊന്ന് പറയണമെന്ന് തോന്നി. തീർച്ചയായിട്ടും അസുഖം വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ജസ്റ്റ് അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. പണം കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഞാൻ ഒപ്പമുണ്ട് എന്നൊരു വാക്ക് അത് വലുതാണ്. നിന്നെ ആരെങ്കിലുമൊക്കെ കെയർ ചെയ്യുന്നുണ്ട്, അല്ല എന്നെ ആരെങ്കിലുമൊക്കെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ വന്നാൽ പോലും ചില വലിയ അസുഖങ്ങളിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് റിക്കവറി കിട്ടും എന്നുള്ളതാണ് വസ്തുത. കൊയ്രാളയുടെ ബുക്കിലേറെ വായിച്ചു നോക്കണം കേട്ടോ. അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം ലൈഫിൽ മിക്കവരും ഇങ്ങനൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാനുണ്ടായിരുന്നു, അതാണ് എനിക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകുമായിരിക്കും അല്ലേ? ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. ഈ നിമിഷവും ഈ സമയവും കടന്നു പോകും. മുൻപിൽ എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിൽ പോലും സധൈര്യം നിങ്ങളതിനെ നേരിടുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളെ ജയിപ്പിക്കാനും നിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. കൂടെ നിൽക്കുന്നവർ നിങ്ങളുടെ ഉള്ളിലുള്ള ആ വീരത്തിനെ ശരിക്ക് പറഞ്ഞാൽ ഉണർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ. സോ കോൺഫിഡൻ്റ് ആയിട്ട് ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നെപ്പോലെ കണ്ടില്ലേ, എന്തൊക്കെ ചെയ്തിട്ടും കുരുത്തക്കിടഞ്ഞ് വല്ല കുറവുമുണ്ടോ? താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിവിടെ വേണമെങ്കിൽ മതി കേട്ടോ, വേണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. താങ്ക് യു.